വ്യവസായ മന്ത്രി പി രാജീവ് കളമശ്ശേരി മണ്ഡലത്തിൽ നടപ്പിലാക്കുന്ന യുവതയ്ക്കൊപ്പം പദ്ധതിയുടെ ഭാഗമായി മെഗാ തൊഴിൽ മേള സംഘടിപ്പിച്ചു. കുസാറ്റിൽ സംഘടിപ്പിച്ച തൊഴിൽ മേള മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്തു. ജില്ലയ്ക്കകത്തും പുറത്തുനിന്നുമായി 800ഓളം ഉദ്യോഗാർത്ഥികളാണ് തൊഴിൽ മേളയിൽ പങ്കെടുത്തത്. വ്യവസായ മന്ത്രി പി രാജീവ് കളമശ്ശേരി നിയമസഭാ മണ്ഡലത്തിൽ നടപ്പാക്കുന്ന യുവതയ്ക്കൊപ്പം പദ്ധതിയുടെ ഭാഗമായി വിജ്ഞാന കേരളവുമായി സഹകരിച്ച് മെഗാ തൊഴിൽ മേള സംഘടിപ്പിച്ചു. കൊച്ചി സർവകലാശാല സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗിൽ നടന്ന തൊഴിൽ മേള മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്തു. സ്കൈ എന്ന പദ്ധതിയുടെ ഭാഗമായി സ്കില്ലിംഗ് കളമശ്ശേരി യൂത്ത് 4 തൊഴിൽ മേളകൾ നമ്മൾ സംഘടിപ്പിക്കുകയുണ്ടായി. 3 മണ്ഡലാടിസ്ഥാനത്തിലും 1 പഞ്ചായത്ത് അടിസ്ഥാനത്തിലും. ഇതുകൂടാതെ മണ്ഡലത്തിൽ തന്നെയുള്ള ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പ്രത്യേകമായ ഒരു തൊഴിൽ മേള ആ വകുപ്പ് കൂടി സഹകരിച്ചുകൊണ്ട് സംഘടിപ്പിക്കുകയുണ്ടായി. വിജ്ഞാന കേരളം ഒരു പുതിയ കാഴ്ചപ്പാടോടുകൂടി കേരളത്തിൽ എല്ലാവരെയും തൊഴിലിലേക്ക് എത്തിക്കാൻ പ്രവർത്തിക്കുന്ന സംവിധാനമാണ്. 5ാമത്തെ തൊഴിൽ മേള അവരുമായി സഹകരിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ അവരുടെ നേതൃത്വത്തിലാണ് സംഘടിപ്പിക്കുന്നത്. ഇപ്പോൾ 1516 ഒഴിവുകളാണുള്ളത്. എന്നാൽ 2000-ലധികം ആളുകളാണ് ഓൺലൈൻ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും തോന്നുന്നു 2000 ആളും 1516 ഒഴിവാകുമ്പോൾ എല്ലാവർക്കും കിട്ടുമല്ലോ എന്ന് കണക്ക് മാത്രം പഠിച്ച ആളുകളാണ് പെട്ടെന്ന് തോന്നിയെന്ന് വരും. എന്നാൽ ഓരോ സ്ഥാപനവും അവർക്ക് ആവശ്യമായ ആ റിക്വയർമെന്റിന് അനുസൃതമായിട്ട് കഴിവുള്ള ആളുകളെയായിരിക്കും തിരഞ്ഞെടുക്കുക. തദ്ദേശ സ്വയംഭരണ വകുപ്പ്, KDS, കുടുംബശ്രീ, കില എന്നിവരുടെ സഹകരണത്തോടെയായിരുന്നു തൊഴിൽമേള സംഘടിപ്പിച്ചത്. തൊഴിൽമേളയിൽ 109 പേരെ സെലക്ട് ചെയ്യുകയും 331 പേർ ആദ്യഘട്ടത്തിലെ ചുരുക്കപ്പട്ടികയിൽ ഇടം പിടിക്കുകയും ചെയ്തു. 5ാം തവണയാണ് മന്ത്രി പി രാജീവിന്റെ നേതൃത്വത്തിൽ തൊഴിൽമേള സംഘടിപ്പിക്കുന്നത്. കളമശ്ശേരി മണ്ഡലം കേന്ദ്രീകരിച്ച് നടത്തിയ തൊഴിൽമേളയിൽ ജില്ലയ്ക്കകത്തും പുറത്തുനിന്നുമായി 810 പേർ പങ്കെടുത്തു. 232 തസ്തികകളിലേക്കുള്ള 1500-ലധികം ഒഴിവുകളിലേക്കായി ഓൺലൈനായും ഓഫ്ലൈനായുമാണ് ഉദ്യോഗാർത്ഥികളെ അഭിമുഖം നടത്തിയത്. 106 കമ്പനികൾ പങ്കെടുത്തു. സ്കൈ പദ്ധതിയിലൂടെ 1200ഓളം പേർക്ക് തൊഴിൽ നേടാൻ കഴിഞ്ഞു. 5000ഓളം പേരാണ് നേരത്തെ നടന്ന തൊഴിൽമേളകളിൽ പങ്കെടുത്തത്. എൻ്റെ പേര് ഫർസീൻ അഹമ്മദ് എന്നാണ്. ഞാൻ എടപ്പള്ളിയിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ തൊഴിൽമേള ഉണ്ടെന്ന് പറഞ്ഞ് വന്നതാണ്. അപ്പോൾ അപ്പോളോയിൽ ഇപ്പോൾ അറ്റൻഡ് ചെയ്തപ്പോൾ അത് റെഡിയായി. ഇപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ഇതേപോലെ ഒരുപാട് ഇനിയും ജോബ് ഫെയറൊക്കെ വന്നെയാണെങ്കിൽ നല്ലതാണ്. ഞങ്ങളെപ്പോലുള്ള വിദ്യാർത്ഥികൾക്കൊക്കെ ഒരുപാട് അവസരങ്ങൾ ഇതേപോലെ ലഭിക്കും. എൻ്റെ പേര് ഗോപിക മിനിൽ. ഞാൻ നോർത്ത് പറവൂരിൽ നിന്നാണ് വരുന്നത്. ആക്ച്വലി ഇങ്ങനെ ഒരു ജോബ് ഫെയർ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ വളരെയധികം ഹാപ്പി ആയിരുന്നു. കാരണം പല കമ്പനീസിൽ നമ്മൾ അലഞ്ഞ് നടക്കുന്നേക്കാൾ ഇങ്ങനെ ഒരു ജോബ് ഫെയർ ഒറ്റ സ്ഥലത്ത് വരുമ്പോൾ എല്ലാവർക്കും നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ശരാശരി 50ഓളം കമ്പനികൾ ഓരോ മേളയിലും ഉദ്യോഗാർത്ഥികളെ തേടിയെത്തിയെന്ന് മന്ത്രി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, എറണാകുളം. രുചിയോടൊപ്പം ഹൃദയങ്ങൾ ഒന്നാകുന്ന റംസാൻ ദിനങ്ങൾ. ദ സോൾട്ട് റെസ്റ്റോറന്റ്, പനപ്പള്ളി നഗർ, കാക്കനാട് ആൻഡ് തോപ്പുംപടി.